നമസ്കാരം. കായിക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാവ്യനീതിക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോകകപ്പ് ഫുട്ബോൾ വേദി. കൃത്യം 10 വർഷങ്ങൾക്ക് മുൻപ് ലോകം കണ്ട എക്കാലത്തെ മികച്ച ഫുട്ബോൾ താരം കണ്ണീരോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങിപ്പോയ അതേ മണ്ണിലേക്ക് അദ്ദേഹം വീണ്ടും എത്തുന്നു. ഇത്തവണ ഒരുപക്ഷെ തൻ്റെ കരിയറിലെ ഏറ്റവും മഹത്തായ വിജയകിരീടം ചൂടാൻ. നമുക്ക് 2016 ഒന്ന് കണ്ണോടിക്കാം. ലെസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടി ലോകത്തെ ഞെട്ടിച്ച വർഷം. പെപ് ഗ്വാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയിൽ തൻ്റെ ആദ്യ സീസണായി ഒരുങ്ങുന്നു. കിലിയൻ എംബാപ്പെ എന്ന കൗമാരക്കാരൻ ലോക ഫുട്ബോളിലേക്ക് ഉദിച്ചുയരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്ത്യാനോ റൊണാൾഡോ അക്കൊല്ലം പോർച്ചുഗലിനൊപ്പം യൂറോ കപ്പ് നേടുകയും ചെയ്തു. എന്നാൽ ലയണൽ മെസ്സിക്കും അർജന്റീനയ്ക്കും അത് കണ്ണീരിൻ്റെ വർഷമായിരുന്നു. കോപ്പ അമേരിക്ക ഫൈനലിൽ ചിലിയോട് തുടർച്ചയായ 2ാം വർഷവും തോറ്റ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തൻ്റെ കിക്ക് പുറത്തേക്ക് അടിച്ചു കളഞ്ഞ മെസ്സി ഹൃദയം തകർന്ന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അന്ന് ബാഴ്സലോണയിൽ നെയ്മർക്കും സുവാരസിനുമൊപ്പം ട്രിപ്പിൾ കിരീടങ്ങൾ നേടുകയും 5 തവണ ബാലൻഡിയോർ സ്വന്തമാക്കുകയും ചെയ്ത തൻ്റെ കരിയറിൻ്റെ സുവർണ്ണകാലത്ത് നിന്നിരുന്ന മെസ്സിക്ക് പക്ഷേ അർജന്റീന ജേഴ്സിയിൽ ഒന്നും നേടാനായിരുന്നില്ല. 2014 ടീമിനെ ലോകകപ്പ് ഫൈനൽ വരെ എത്തിച്ചെങ്കിലും കിരീടം മാത്രം അകന്നു നിന്നു. 2016 ജൂൺ 27 ന്യൂജേഴ്സിയിലെ മെറ്റലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ച് അദ്ദേഹം ആ ബോംബ് പൊട്ടിച്ചു. എൻ്റെ ദേശീയ ടീമിലെ കളി അവസാനിച്ചു. എനിക്കാവുന്നത് ഞാൻ ചെയ്തു. ഒരു ചാമ്പ്യനാകാൻ കഴിയാത്തത് എന്നെ വേദനിപ്പിക്കുന്നു. ഡീഗോ മറഡോണയുടെ നിഴൽ എന്നും മെസ്സി വേട്ടയാടിയിരുന്നു. വിരമിക്കൽ പ്രഖ്യാപനത്തോടെ സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടും തൻ്റെ സ്വന്തം നാടിനായി മാത്രം കളിച്ച മെസ്സിയെ അർജന്റീനക്കാർ ഒരിക്കലും സ്നേഹിക്കില്ലെന്ന് തോന്നിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലും ഫുട്ബോൾ ലോകത്തും മെസ്സി റൊണാൾഡോ പോര് അതിൻ്റെ പരകോടിയിലായിരുന്ന ആ സമയത്ത് മെസ്സിയുടെ സങ്കടം മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ച അന്ന് 15 വയസ്സുകാരനായ ഒരു അർജന്റീനക്കാരൻ പയ്യൻ വിതുമ്പലോടെ തൻ്റെ ഹീറോയ്ക്കായി ഫേസ്ബുക്കിൽ ഒരു തുറന്ന കത്തെഴുതി. അതിങ്ങനെ: നിങ്ങളുടെ ചുമലിലുള്ള സമ്മർദ്ദത്തിൻ്റെ 1% പോലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഞങ്ങളെങ്ങനെയാണ് നിങ്ങളെ കളത്തിൽ തുടരാൻ നിർബന്ധിക്കുക? ലയണൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യുക, പക്ഷേ ദയവായി ടീമിൽ തുടരുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ. കളി ആസ്വദിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ ഇവിടെ തുടരൂ. അന്ന് മെസ്സി ആ കത്ത് കണ്ടിരുന്നില്ല. എന്നാൽ ഒരു പതിറ്റാണ്ടിപ്പുറം ആ കൗമാരക്കാരൻ അർജന്റീനയുടെ മധ്യനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനായി വളർന്നു. എൻസോ ഫെർണാണ്ടസ്. അന്ന് മെസ്സിയോട് വിട്ടുപോകരുതേ എന്ന് കെഞ്ചിയ ആ ചെറുപ്പക്കാരൻ ഇന്ന് മെസ്സിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പോരാടുന്നു. വിരമിക്കൽ പ്രഖ്യാപനം വെറും അകാലത്തിലായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. 5 വർഷത്തിനുള്ളിൽ കഥ മാറി മറിഞ്ഞു. 2021 കോപ്പ അമേരിക്ക കിരീടനേട്ടം എല്ലാം മാറ്റിമറിച്ചു. മെസ്സിക്ക് ചുറ്റും കളിക്കുന്ന ഒരു മികച്ച സംഘത്തെ വാർത്തെടുക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചു. തുടർന്ന് 2022 ഖത്തർ ലോകകപ്പിൽ മെസ്സി ലോക കിരീടം ഉയർത്തിയതോടെ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു. മറഡോണയുമായിട്ടുള്ള താരതമ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മെസ്സി കളത്തിൽ മറുപടി നൽകി. 2016 പാഴാക്കിയ ആ പെനാൽറ്റി കിക്ക് വെറും ഒരു പഴങ്കഥ മാത്രമായി മാറി. ഇപ്പോൾ വീണ്ടും ഒരു ലോകകപ്പ് വേദിയിലെത്തുമ്പോൾ മെസ്സി ചരിത്രത്തിൻ്റെ പടിവാതിലാണ്. ബ്രസീലിൻ്റെ 1958, 1962 ലെഗസിക്ക് ശേഷം തുടർച്ചയായി 2 ലോകകപ്പുകൾ നേടുന്ന ടീം എന്ന ബഹുമതി അർജന്റീനയെ കാത്തിരിക്കുന്നു. കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതികാരകഥ പൂർത്തിയാക്കാൻ മെസ്സിക്ക് ഇനി സാധിക്കും. അന്ന് നാണക്കേടോടെ പടിയിറങ്ങിയ അതേ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു പതിറ്റാണ്ടിന് ശേഷം മെസ്സിക്ക് തൻ്റെ കരിയർ സമാനതകളില്ലാത്ത പ്രൗഢിയോടെ അവസാനിപ്പിക്കാം. അന്ന് കൂടെയുണ്ടാകാൻ കെഞ്ചിയ ആ 15-കാരൻ പയ്യൻ ഇന്ന് വിജയകിരീടത്തിനായി അദ്ദേഹത്തിനൊപ്പം മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ പുൽമൈതാനത്ത് പന്ത് തട്ടാനുണ്ടാകും.